നമസ്കാരം. കിരാതരൂപായ നമശിവായ. കേരളീയ ദേവതാ സങ്കല്പങ്ങളിൽ ഭഗവാൻ ശ്രീ വേട്ടയ്ക്കൊരു മകന് സവിശേഷ സ്ഥാനമാണുള്ളത്. നായാട്ട് സമയത്ത് പരമശിവനും പാർവതിക്കുമുണ്ടായ പുത്രനാണ് ശ്രീ വേട്ടയ്ക്കൊരു മകൻ. അതിന്റെ കൂടുതലായിട്ടുള്ള ഐതിഹ്യങ്ങളിലേക്കും കഥകളിലേക്കുമെല്ലാം നമുക്ക് വരുന്ന ചാനലിൽ വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേട്ടയ്ക്കൊരു മകന്റെ ഭക്തരുടെ ഒരു കൂട്ടായ്മ, പരദേവതയുടെ ഭക്തരുടെ ഒരു കൂട്ടായ്മ എന്ന് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രാമദേവത, സ്വരൂപദേവത, പരദേവത എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന കേരളത്തിലുടനീളമുള്ള വേട്ടയ്ക്കൊരു മകൻ ഭക്തരുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരദേവത, സ്വരൂപദേവത, ഗ്രാമദേവത എന്നീ നിലകളിലെല്ലാം കേരളത്തിലുടനീളം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രങ്ങളും ഭക്തരും ഉണ്ട് എന്ന് നമുക്കറിയാം. കൂടുതലായിട്ട് ഉത്തര കേരളത്തിലാണ് നാം വേട്ടയ്ക്കൊരു മകന്റെ ക്ഷേത്രങ്ങളും ഭക്തരെയും കണ്ടുവരുന്നത്. ഉത്തര കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള വേട്ടയ്ക്കൊരു മകന്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ബാലുശ്ശേരി കോട്ടയിൽ നിന്നാണ് നമ്മളുടെ ആദ്യ വീഡിയോ ഇന്ന് പുറത്തു വരുന്നത്. വേട്ടയ്ക്കൊരു മകന്റെ ബാലുശ്ശേരി കോട്ടയിലെ പാട്ട് മഹോത്സവം ജനുവരി 10 കൊടിയേറി 11, 12 തീയതികളിലായി വളരെ ആഘോഷപൂർവ്വം നടക്കുകയാണ്. അതിന്റെ വീഡിയോസും അതിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളെല്ലാം തന്നെ ഈ ചാനലിലൂടെ നമ്മൾ ഭക്തരെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവിധ പിന്തുണയും ഈ ചാനൽ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം. അത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരു മകന്റെ കോമരമായ ശ്രീ കാരകോറ രാമചന്ദ്രൻ നായരുടെ നേരിട്ടുള്ള അവരോട് നമ്മൾ സംവദിക്കുന്നതും അതുപോലെ തന്നെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രങ്ങളിലെ മാത്രം സവിശേഷതയായിട്ടുള്ള നമസ്കാരപ്പട്ടരുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ മുമ്പിലെത്തിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ കൂട്ടായ്മകളെയും കോർത്തിണക്കി നാനാത്വത്തിൽ അന്തർഭൂതമായിരിക്കുന്ന ഏകതയെ പ്രത്യക്ഷീകരിക്കുവാനും പരദേവതയുടെ ഇഷ്ടവഴിപാടായ പാട്ടുത്സവത്തിലൂടെ കഴിയുന്നുണ്ട്. സമഗ്രവും സങ്കീർണവുമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ യുദ്ധദേവത കൂടിയായ പരദേവത ഒരു ആയോധന സംസ്കാരത്തെക്കുറിച്ച് സംവദിക്കുന്നുണ്ട്. വെള്ളരി വെച്ചും അരിയെറിഞ്ഞും തന്റെ ഭൂതഗണങ്ങളെ കൂടി തൃപ്തിപ്പെടുത്തണമെന്ന പരദേവതാ സങ്കല്പത്തിൽ നമ്മുടെ കാർഷിക സംസ്കാരത്തെ ദർശിക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ പരദേവതയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള 12,000 തേങ്ങയേറ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീ കാരകോറ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 36,008 തേങ്ങ നാളികേരങ്ങൾ ഉടച്ചുകൊണ്ട് ഈ വേൾഡ് റെക്കോർഡിന് തന്നെ ഉടമയായിട്ടുള്ള ശ്രീ കാരകോറ രാമചന്ദ്രൻ നായരുടെ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനായി ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ പേരോട് ഈ ചാനലിനെ കുറിച്ച് സംസാരിച്ച് വേട്ടയ്ക്കൊരു മകന്റെ ഭക്തരുടെ കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഈ ചാനലിൽ നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.